ഹലോ കൂട്ടുകാരെ, ഞാനിന്നൊരു മീൻ അച്ചാറാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ചൂരയാണ്, ചൂര അച്ചാറാണ്. ഇതാണ് ചൂര. മഞ്ഞപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മുള്ളില്ലാത്തതാണ്. ഇനി അടുത്ത ഇതിൻ്റെ ചേരുവകൾ കാണിക്കുന്നതാണ്. അതായത് ഇതിന് 1 കിലോ മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം. എന്നിട്ട് 3 സ്പൂണ് മുളക് പൊടി, സ്പൂണിനാണ് 3. ഇതിന് ചേർക്കേണ്ടത് വിനിഗറാണ്. വെള്ളം നമ്മൾ തൊടാൻ പാടില്ല. ഈ വിനിഗറിലാണ് നമ്മൾ ഇന്ന് അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. അത്രയും മുളക് പൊടി, ഇത്ര വിനിഗറുമാണ് എടുക്കാവുള്ളത്. ഈ 1/2 കപ്പ് മാത്രമേ എടുക്കാവൂ, കൂടരുത്. അതുപോലെ ഈ സ്പൂണിന് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മളിതാ ഇഞ്ചി, കുറച്ച് പച്ചമുളക്, ഇത്ര കുറച്ച് വെളുത്തുള്ളി. ഇത് ഇത്രയും കൂടെ നമ്മളിനി ഒന്ന് ചതച്ചെടുത്തിട്ടാണ് അടുത്തത് നമ്മളിനി കടുതാളിച്ച് ഇടണത്. ഇനി ആ മീൻ ഞാൻ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന്. പൊരിക്കണമെന്ന് നമ്മൾ ഒരുപാടിട്ട് പൊരിക്കില്ല. അത് അതിൻ്റെ എണ്ണ, ആവശ്യത്തിനായ എണ്ണ ഒഴിക്കുകയാണ്. കുറച്ചെണ്ണ, മീൻ പൊരിക്കാൻ ആവശ്യമായ എണ്ണ ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. മീൻ പൊരിച്ചെടുക്കാം. പലരും പല എണ്ണകളിലാണ് പൊരിക്കുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അടുത്തതാ മീൻ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് മീൻ ഞാൻ പൊരിക്കാനായിട്ട് ഇടയും. പൊരിക്കുന്നത് അതിൻ്റെ പരുവം കൂടെ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഒരുപാട് മുരിയാൻ പാടില്ല. നമ്മൾ സാധാരണ ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അച്ചാറിന്. മീൻ ഇതാണ് പരുവം. ഇത്രയും നമുക്ക് മീൻ മൂക്കാവൂ, ഒരുപാട് മൂത്തുകൂടാം. അടുത്തത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് നമ്മളിതാ ഈ എണ്ണയിൽ തന്നെ ഇടുകയാണ്. ഈ എണ്ണയിൽ തന്നെ നമ്മൾ അച്ചാർ ഇടാൻ പോവുകയാണ്. അതിനുശേഷം കരിയേപ്പില ഇല്ലാത്ത ഒരു കാര്യങ്ങളും നമ്മളിലില്ല. ആ നേരത്തെ ഞാൻ പറഞ്ഞില്ലേനും ഒരു പിടി കരിയേപ്പില. അതുകൂടെ നമ്മൾ പച്ചമണം മാറണ വരെ ഒന്ന് ഈ എണ്ണയിട്ട്, വേറെ എണ്ണ ഒന്നും ഇനി ഒഴിക്കണ്ട, ഈ എണ്ണ മതി. മൂത്ത് വരുമ്പോൾ നമ്മളിതിൽ മീനിടുന്നതാണ്. ഈ മുളക് പൊടി, ഈ വിനിഗറും കൂടെ ഒന്നിതിൽ കൂടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതൊന്ന് നമ്മൾ മിക്സ് ചെയ്യുക. അങ്ങനെ ഞാൻ ചെയ്യുന്നത് പലരും പല രീതിയിൽ അച്ചാർ ഉണ്ടാക്കും. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മുളക് പൊടി എണ്ണയിലിട്ടിട്ട് വിനിഗർ അതിൽ ഒഴിച്ച് തിളപ്പിച്ചിട്ട് മുളക് പൊടി ഇട്ട് അങ്ങനെയും എടുക്കാം. 2-3 രീതിയുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത്. പലരും പല രീതിയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. മഞ്ഞപ്പൊടികൾ ഇതിൽ കൂടെ ആഡ് ചെയ്യേണ്ടത്. എല്ലാവർക്കും ഉണ്ടാക്കാം. ഈ പറഞ്ഞ കണക്ക് കൊച്ചു പിള്ളേർക്കെല്ലാം ഉണ്ടാക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം അറിഞ്ഞുകൂടാത്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുമാണ് ഞാനിത് കാണിക്കുന്നത്. എല്ലാവരും ഇത് കാണണം. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കണം. നമ്മളെ വീട്ടിലൊരു അച്ചാർ എപ്പോഴും ഉള്ളത് നല്ലതാണ്. ഇനി നമ്മൾ അടുത്തത് ഇത് എല്ലാം നല്ല ഇതായിട്ടുണ്ട്. നല്ലതുപോലെ അതിൻ്റെ പച്ചമണം എല്ലാം മാറി നല്ല ഇതായിട്ട് വന്നിട്ട് വയറ്റിയെടുത്താണ് കഴിക്കേണ്ടത്. ഇനി നമ്മൾ അതിലോട്ട് ഈ മുളക് വിനിഗറും കൂടെ മിക്സ് ചെയ്തത് ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഇത് കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കണം. കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സംഭവം പറയാൻ മറന്നുപോയി. അതായത് ഉലുവാപ്പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിൽ ആഡ് ചെയ്യണം. കഴിഞ്ഞിട്ട് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇടാവൂ. അതായത് നമ്മൾ മീനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇടാം. ഞാൻ 1 സ്പൂൺ ഇതിലിട്ട് ഇതാക്കിയിട്ട് ഇതെല്ലാം ഒന്ന് ഇതായിട്ടുണ്ട്. ഒരുവിധം ആയിട്ടുണ്ട് അച്ചാറിൻ്റെ കൂട്ടുകളെല്ലാം. അടുത്ത് നമ്മൾ ഈ മീൻ ഇങ്ങനെ തട്ടാൻ പോവുകയാണ്. നല്ല മിക്സ് ചെയ്ത് ഇളക്കണം. ഇനി നമ്മൾ തീ ഇടേണ്ട കാര്യമില്ല. ഞാൻ സ്റ്റൗ ഓഫാക്കാൻ പോവുകയാണ്. ഇതിൽ കിടന്ന് ഇതായി പോകും. മീൻ നമ്മൾ പൊരിച്ചതുകൊണ്ട് ഈ വിനിഗറിൽ 1 ദിവസം ഇത് ഇരുന്ന് കഴിയുമ്പോൾ പിറ്റേന്ന് നമുക്കിത് എടുക്കാം. നമ്മളിതാ അതെല്ലാം തണുത്ത് ഒരുവിധമായി നമ്മളിതാ അടുത്ത വേറെ ഒരു പാത്രത്തിലോട്ട് കോരി വയ്ക്കുക. ഒരെണ്ണെടുത്ത് ചെയ്യാൻ പോവുകയാണ്. സൂപ്പർ. എല്ലാവരും പറയും ഞാൻ തന്നെ കഴിച്ച് സൂപ്പറെന്ന് പറയുന്നത്. പക്ഷേ സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. എനിക്ക് സപ്പോർട്ട് തരണം. അടിപൊളിയാണ്. എല്ലാവർക്കും അച്ചാറുണ്ടാക്കാൻ അറിയാം, അതെനിക്കറിയാം. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ എല്ലാവരും ഉണ്ടാക്കി എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.